KPC പ്രസിഡന്റിനെ മാറ്റുന്ന ഒരു ചർച്ചയും ഒരു ഭാഗത്തും നടക്കുന്നില്ല. ഇതൊക്കെ ഞാൻ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളാണ്. അത് ചിലരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അത് പാർട്ടിക്കാരല്ല, വേറെ ചിലരൊക്കെ ഇനി ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട്. ഒരു വിദ്വാൻ ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, സന്ദീപ് വാര്യർ വന്ന് ഹൈക്കമാൻഡ് തീരുമാനമാണ്, അത് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നെ ശാസിച്ചു അത്ര. ഏത് വിദ്വാൻ എഴുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ശാസനം എൻ്റെ മേലെ ഉണ്ടായിട്ടില്ല. സന്ദീപ് വാര്യർ വന്നപ്പോൾ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തു. സന്ദീപ് വാര്യർ ഞാനും തമ്മിൽ പറഞ്ഞു തീർത്ത് ഞങ്ങൾ യോജിപ്പായി പോകുന്നുണ്ട്. അല്ലാതെ മറ്റാരും ശാസിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ശാസന എൻ്റെ നേരെ ആരും നടത്താനും ഇതുവരെ തയ്യാറായിട്ടില്ല. അതെല്ലാം ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ വന്നതാണ്. അതിൻ്റേതായിട്ടുള്ള അംഗീകാരം അദ്ദേഹത്തിനുണ്ടാവും. അതിൽ ചർച്ചകളുടെ ആവശ്യമില്ല. ഹൈക്കമാൻഡിന് അറിയാം. ഹൈക്കമാൻഡ് ഉചിതമായിട്ട് തീരുമാനം എടുക്കും. അതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് അറിയിക്കും. അതിലൊരു എതിർപ്പുമില്ല. അതൊരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകും.